നമ്മൾ കുട്ടികൾ ആവാത്ത ദമ്പതികൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് സമയത്ത് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഡോക്ടറെ സെക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ആ ഒരു ഓവുലേഷൻ സമയത്ത് നമ്മൾ റിലേഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഇജാക്കുലേഷൻ വജാനയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലേഡി ഷുഡ് ലൈ ഡൗൺ ഫോർ ഹാഫ് ആൻ അവർ. ജസ്റ്റ് നേരെ ഒന്ന് കിടക്കുക. അപ്പോൾ നമ്മുടെ ഒരു പീനിസ് വിഡ്രോ ചെയ്യുമ്പോൾ തന്നെ കുറേ ഇജാക്കുലേറ്റ് വെളിയിലോട്ട് പോകും. ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. ഇതാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത്. ഈ വജൈനയ്ക്ക് ഉള്ളിലാണ് നമ്മുടെ ഇജാക്കുലേറ്റ് വന്ന് വീഴുന്നത്. ഈ വീഴുന്ന ഇജാക്കുലേറ്റിൽ നിന്നും പുരുഷ ബീജങ്ങളാണ് അകത്തോട്ട് കയറി പോകേണ്ടത്. അപ്പം ഇവിടെ വീഴുന്ന ഇജാക്കുലേറ്റ് നമ്മൾ പീനിസ് വിഡ്രോ ചെയ്യുമ്പോൾ തന്നെ കുറേ വെളിയിലോട്ട് പോകും. ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ. പക്ഷേ അതിനുശേഷം ലേഡി സ്വാഭാവികമായിട്ടൊരു അരമണിക്കൂർ നേരെ കിടന്നാൽ ആ വജൈന വീണിരിക്കുന്ന ഇജാക്കുലേറ്റിൽ നിന്നും പുരുഷ ബീജാണുക്കൾ യൂട്രസിലും ട്യൂബിലോട്ടും സ്വാഭാവികമായിട്ട് എത്തും. പലപ്പോഴും പറ്റുന്ന എന്താണ്, നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് രണ്ടുപേരോട് എഴുന്നേക്കും. അപ്പോൾ എന്ത് പറ്റും, മെജോറിറ്റി ഓഫ് ദ സ്പേംസ് വെളിയിൽ പോകും. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഒരു ഇജാക്കുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലേഡി ഷുഡ് ലൈ ഡൗൺ ഹാഫ് ആൻ അവർ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൂടുതൽ വജൈനയിലോട്ടൊന്ന് ഫ്ലഷ് ചെയ്യാതെ തൈസിലേക്കോ ഇന്നർ തൈസിലേക്കോ ഉള്ള ഒരു ഫ്ലൂയിഡ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. റെസ്റ്റ് ഈസ് അഷ്യൂർഡ്. അപ്പോൾ നമ്മൾ കൂടുതൽ വൃത്തിക്കൊക്കെ പോകുന്നത് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കത്തേ ഉള്ളൂ.